ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്യു വാലറ്റ്. അപ്പോൾ കെമിസ്ട്രി പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ഇപ്പോൾ 2 ഞാൻ ഓൾറെഡി ഇന്ന് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അതേപോലെ നിങ്ങൾക്ക് +2 കെമിസ്ട്രിയിലെ നെയിംഡ് റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. ഗട്ടർമാൻ കോഷ്, റീമർ ടീമൻ, ഇറ്റാഡ്, കുറേ നെയിംഡ് റിയാക്ഷൻസ് ഉണ്ട്. അതൊക്കെ ഞാൻ സ്റ്റോറി പോലെ പഠിപ്പിക്കുന്ന ഒരു വീഡിയോയും ഉണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 2 വീഡിയോ നിർബന്ധമായിട്ടും കാണണം. കഥ പോലെ പറയുന്ന വീഡിയോയും IUPAC നെയിമിങ് എങ്ങനെ എഴുതാന്നുള്ള വീഡിയോ കാണണം. പിന്നെ ഞാൻ ഇന്ന് ഇട്ട 2 വീഡിയോസ് മുമ്പത്തെ കാണണം. അതൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു പോകണം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഏറ്റവും എളുപ്പമുള്ള 2 മാർക്ക് 3 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ വിട്ടുപോകുന്ന അല്ലെങ്കിൽ വെറുതെ മാർക്ക് കളയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സാധാ സിമ്പിൾ ചോദ്യങ്ങളല്ല. അതായത് വാട്ട് യു മീൻ ബൈ ഹെൻഡ്രീസ് ലോ, അരീനിയസ് ഇക്വേഷൻ, അത് കോൾറാഷസ് ലോ, അങ്ങനത്തെ ലോകളല്ല. അതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഓരോ പാഠത്തിലും ചെറിയ ചെറിയ ലോസ് പഠിക്കാനുണ്ട്. ഇപ്പോൾ സൊല്യൂഷൻസിലാണെങ്കിൽ ഹെൻഡ്രീസ് ലോ എന്താ, റോൾസ് ലോ എന്താ, അതൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതേപോലെ ഇലക്ട്രോ കെമിസ്ട്രിയിലാണെങ്കിൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിലും കോൾറാഷസിലോ പഠിക്കാനുണ്ട്. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾക്ക് അരീനിയസ് ഇക്വേഷൻ പഠിക്കാനുണ്ട്. അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ ലോസൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചോദിക്കാം. ഇവിടെ നമ്മൾ പറയുന്നത് സിമ്പിളായിട്ടുള്ള കുറച്ച് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. സംഭവം കുറച്ച് എഴുതാനുണ്ടാവുള്ളൂ, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാണ്ടും ഒക്കെ നിങ്ങൾക്ക് കുറേ മാർക്ക് പോകാനുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം, മാർക്ക് സ്കോർ ചെയ്യാം. വരാൻ സാധ്യതയുള്ള ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നതാണ്, പക്ഷെ സംഭവം ഈസിയാണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ഫീനോൾ മാനുഫാക്ചേർഡ് ഇൻഡസ്ട്രിയലി? ഫീനോൾ എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുക, ഉണ്ടാക്കുന്നത് ഇൻഡസ്ട്രിയലി? ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾ ആണ്. ആ റിയാക്ഷൻ എഴുതാനാണ്. 2 മാർക്കാണ്. നമ്മൾ ഫീനോള് മാനുഫാക്ചർ ചെയ്യുന്നത്, ഇൻഡസ്ട്രിയലി മാനുഫാക്ചർ ചെയ്യുന്നത് ക്യുമീനിൽ നിന്നാണ്. ഇപ്പം തന്നെ പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം, കൺവേർട്ട് ക്യുമീൻ ടു ഫീനോൾ എന്നാവും. ക്യുമീനെ ഫീനോൾ ആക്കാനാവും. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ചോദ്യമാണ്, ഫീനോൾ ഉണ്ടാക്കുക, ഇൻഡസ്ട്രിയലി ഉണ്ടാക്കുക. അപ്പോൾ അത് ക്യുമീനിൽ നിന്നാണ് ഉണ്ടാക്കുക. ക്യുമീൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ്റെ മുകളിലെ CH3 CH CH3 ആണ്. 2 അറ്റത്ത് CH3, നടുവിൽ CH ആണ്. ഇതിലേക്ക് നമ്മൾ ഓക്സിഡേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓക്സിജനെ ആഡ് ചെയ്യുക, O2 ആഡ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് അറിയോ? ബെൻസീൻ നിങ്ങളിങ്ങനെ വരച്ചോ, ഇതാ ക്യുമീനിലെ ബെൻസീൻ വരച്ചോ, ഈ CH3 വരച്ചോ, ഇവിടെ അറ്റത്തുള്ള CH3 വരച്ചോ. ഓക്കെ, CH3 വരച്ചു. ഇനി സിയുടെയും Hൻ്റെ ഉള്ളിലേക്ക് ഓക്സിജൻ കയറി വരും. ഇതാ O എന്ന് വന്ന് കയറി വരും. സിയുടെയും Hൻ്റെ ഉള്ളിലേക്ക് 2 O കയറി വന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിനൊന്ന് ഹൈഡ്രലൈസ് ചെയ്യുക. H3O+ എന്ന് കൊടുക്കാറുണ്ട്. വെള്ളം ചേർത്തൊന്ന് ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകും എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അങ്ങോട്ട് പോകും. ഇവരൊക്കെ പോയിട്ട് ബെൻസീൻ്റെ മുകളിൽ വെറും OH എന്നായിട്ട് മാറും. ഇതാണ് നമ്മുടെ ഫീനോൾ. ബെൻസീൻ്റെ മുകളിൽ OH വരുന്നതാണ് ഫീനോൾ. ഇതെങ്കിലും പഠിച്ചു വയ്ക്കുക. ഫീനോളിൻ്റെ പ്രിപ്പറേഷൻ ക്യുമീനിന്ന് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം. നമ്മൾ ഇതേപോലെ മാത്സിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ, സോ മാത്സിൻ്റെ ക്ലാസ്സുകളും നമ്മളെ ചാനലിൽ ഉണ്ടാവും. അത് നിങ്ങൾ പറയാം. ഇനി ന്യൂമറിക്കൽസിൻ്റെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. ന്യൂമറിക്കൽസ് ഞാൻ ലാസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ആ ലാസ്റ്റ് പോകുന്ന നേരത്തെ കുറച്ച് ഇക്വേഷൻസും സബ്സ്റ്റിറ്റ്യൂട്ടിങ്ങൊക്കെ നോക്കിയാൽ മതി. കുറേ പഠിക്കാനുള്ള ഭാഗങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് അടുത്ത വീഡിയോ ന്യൂമറിക്കൽസ് വരുന്നുണ്ട്. കുറച്ച് പേരെ കമൻറ്റ്സ് ചെയ്യാൻ കണ്ടു. ന്യൂമറിക്കൽസിൻ്റെ വീഡിയോ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യം ക്ലിയർ ആയല്ലോ. ഫീനോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം പഠിച്ചെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇതൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. അനിലിൻ ഡസ് നോട്ട് അണ്ടർഗോ ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ വൈ? ഇത് 2 മാർക്കിൻ്റെ ചോദ്യം. അനിലിൻ എന്ന് പറയുന്ന ആൾ, അനിലിൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ബെൻസീൻ്റെ മുകളിൽ OH വന്നാൽ ഫീനോളാണ്. ബെൻസീൻ്റെ മുകളിൽ NH2 വന്നാൽ ഇതാണ് അനിലിൻ. ഓക്കെ, ഇതാണ് അനിലിൻ. ഈ അനിലിൻ ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷനിൽ ഒന്നും പങ്കെടുക്കില്ല. ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ്റെ പ്രത്യേകത, അതിലെ ആൻഹൈഡ്രസ് AlCl3 ഉണ്ടാവും. ഫ്രീഡൽ ക്രാഫ്റ്റിൻ്റെ റിയാക്ഷൻസിലൊക്കെ ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ഉണ്ട്, ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ ആൻഹൈഡ്രസ് AlCl3 ഉണ്ടാവും. ഇതാണ് സംഭവം. അനിലിൻ എന്ന് പറയുന്ന ആള്, ബെൻസീൻ്റെ മുകളിൽ NH2 ഉള്ള അനിലിൻ എന്ന് പറയുന്ന ആള് ഒരിക്കലും ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല. അതിന് കാരണം ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷനിൽ ഇയാളുണ്ട്. സോ അനിലിൻ ഇയാളായിട്ട് കൂടിച്ചേർന്നിട്ട് ഒരു സോൾട്ട് ഫോം ചെയ്യും. അത് ആക്ച്വലി ഒരു കാറ്റലിസ്റ്റ് ആണ് അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് അനിലിൻ പങ്കെടുക്കാത്തത്. അപ്പോൾ അനിലിൻ ഫോംസ് എ സോൾട്ട് വിത്ത് ആൻഹൈഡ്രസ് AlCl3 which is used as a catalyst in Friedel-Crafts reaction.
ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരാളാണ് ആൻഹൈഡ്രസ് AlCl3. അപ്പോൾ അതിൻ്റെ കൂടെ അനിലിനും കൂടി വന്നാൽ അവരൊരു സോൾട്ട് ഫോം ചെയ്യുന്നുണ്ട്, അതാണ് പ്രശ്നം. സോ ദ കാറ്റലിസ്റ്റ് ഈസ് നോട്ട് അവൈലബിൾ ഫോർ ദ റിയാക്ഷൻ. അപ്പോൾ നമുക്ക് ആ കാറ്റലിസ്റ്റ് അവിടെ ഉണ്ടാവുന്നത് കൊണ്ട് റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ എന്തുകൊണ്ട് നടക്കില്ല എന്ന് ചോദിക്കാം. അനിലിൻ ഒരിക്കൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, അനിലിൻ ഡസ് നോട്ട് അണ്ടർഗോ ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ. കാരണം എന്താ? അനിലിൻ ഫോം എ സോൾട്ട് വിത്ത് ആൻഹൈഡ്രസ് AlCl3. ഈ ആൻഹൈഡ്രസ് AlCl3 എന്ന് പറഞ്ഞാൽ ഫ്രീഡൽ ക്രാഫ്റ്റിൽ ഒരു കാറ്റലിസ്റ്റ് ആണ്. നമ്മൾ ആ ആരോ മാർക്കിന് മുകളിൽ എഴുതുന്ന ആളാണ്. അപ്പോൾ ആ ആരോ മാർക്കിന് മുകളിലുള്ള ഇയാളായിട്ട് ചേർന്നിട്ട് ഒരു സോൾട്ട് ഫോം ചെയ്യുന്നു. സിമ്പിളായിട്ട് അനിലിൻ ഡു നോട്ട് അണ്ടർഗോ ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ. ഫ്രീഡൽ ക്രാഫ്റ്റിൽ പങ്കെടുക്കില്ല, കാരണം ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷനിൽ ദർ ഈസ് ആൻഹൈഡ്രസ് AlCl3. സോ അനിലിൻ ഫോം എ സോൾട്ട്, ഇതിനായിട്ട് കൂടി ചേർന്ന് സോൾട്ട് ഫോം ചെയ്യുമെന്ന് എഴുതിയാൽ മതി. ഷോർട്ടായിട്ട് മനസ്സിലാക്കിയത് എഴുതുക. ഇനി വാട്ട് ഈസ് സ്പെക്ട്രോ കെമിക്കൽ സീരീസ്? 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 2 മാർക്കിന് അടുത്തൊരു ചോദ്യമാണ്, മൊത്തം 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ഡ്രോ ദ ഫിഗർ ടു ഷോ സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽസ് ഇൻ ഒക്ടാഹീഡ്രൽ ക്രിസ്റ്റൽ ഫീൽഡ് ആൻഡ് ലേബൽ ദ ഡയഗ്രാം. ഇത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നേരത്തെ ചാപ്റ്റേഴ്സൊക്കെ അറിയാലോ, ഇത് ഓർഗാനിക് ആണ്, ആൽക്കഹോൾസ് ആണ്, മറ്റേത് അമീൻസ് ആണ്. ഇത് കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. എന്താ സ്പെക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് എഴുതുക. പിന്നെ ഒക്ടാഹീഡ്രൽ സ്പ്ലിറ്റിങ്ങിൻ്റെ ഡയഗ്രാം വരയ്ക്കുക. ഒക്ടാഹീഡ്രൽ സ്പ്ലിറ്റിങ്ങിൻ്റെ ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ ആദ്യം സ്പെക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറഞ്ഞ ഇതാണ്. ഇറ്റ് ഈസ് എ സീരീസ് വിച്ച് ലിഗാണ്ട് ആർ അറേഞ്ച്. ഇവിടെ ലിഗാണ്ടുകളുടെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഉണ്ടാവുക. ലിഗാണ്ട്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ ഫീൽഡ് സ്ട്രെങ്ത്. ലിഗാണ്ടുകൾ അറേഞ്ച് ചെയ്തേക്കുക ഒരു സ്ട്രെങ്ത്തിൻ്റെ ഓർഡറിൽ. അപ്പോൾ ലിഗാണ്ടുകളുടെ ഓർഡർ ഇതാണ്. ഇതിവിടെ എഴുതണമെന്നില്ല, ഇത്ര എഴുതിയാൽ മതി. സ്പെക്ട്രോ കെമിക്കൽ സീരീസ് എന്താണെന്ന് ചോദിച്ചാൽ സീരീസ് വിച്ച് ലിഗാണ്ട്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദെയർ സ്ട്രെങ്ത്തിൻ്റെ ഓർഡറിൽ എഴുതിയാൽ മതി. ഇതാണ് അതിൻ്റെ ഓർഡർ. ജസ്റ്റ് നോക്കിക്കോളൂ. അയഡിനും ബ്രോമിനൊക്കെ ഏറ്റവും കുറവാണ്. കൂടുതൽ വരുന്നത് കാർബോണിലാണ്. CN, കാർബോണിൽ, NH3 ഇവർക്കൊക്കെ കൂടുതലാണ്. ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, ഇനി എന്താണ്? ആ ഡയഗ്രാം വരയ്ക്കാനാണ്. ഒക്ടാഹീഡ്രൽ സ്പ്ലിറ്റിങ്ങിൻ്റെ ഡയഗ്രാം വരയ്ക്കുക. ഞാൻ ഓൾറെഡി ഇത് മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. 2 ഡയഗ്രാം ഉണ്ട്, ഒക്ടാഹീഡ്രലും ഉണ്ട് ടെട്രാഹീഡ്രലും ഉണ്ട് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ. ഡയഗ്രാം വരച്ച 2 മാർക്കാണ്. ഒക്ടാഹീഡ്രൽ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 എണ്ണം, ഇവിടെ 3 എണ്ണം. അപ്പോൾ ഇവിടെ ഫ്രീ മെറ്റൽ അയോൺസ് ഇവരിങ്ങനെ കയറിയിട്ട് ഇവർക്കൊരു ആവറേജ് എനർജി കിട്ടി. അവിടുന്ന് സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽ സ്പ്ലിറ്റ് ചെയ്തു. 2 3 5 എണ്ണത്തിൽ 2 എണ്ണം ഇവിടെ, 3 എണ്ണം ഇവിടെ. ഇതാണ് ഒക്ടാഹീഡ്രൽ. ഒക്ട എന്ന് പറഞ്ഞാൽ ഇവിടെ 2, ഇവിടെ 3. അപ്പോൾ ഇതിൻ്റെ എനർജി നമ്മൾ എഴുതുക 2ൻ്റെ ഒപ്പം എഴുതുക 3/5 എന്നാണ്, 3ൻ്റെ ഒപ്പം എഴുതുക 2/5 എന്നാണ്. ΔO. ഇതിന് EG, ഇതിന് T2G എന്ന് എഴുതും. ഈ 3 എണ്ണത്തിൻ്റെ പേരുകൾ അറിഞ്ഞിരിക്കണം. DXY, DYZ, DXZ ഇതൊക്കെ അറിഞ്ഞിരിക്കുക. ടെട്രാഹീഡ്രൽ ചോദിച്ചാൽ നേരെ ഓപ്പോസിറ്റ് വരയ്ക്കുക. ഇതൊക്കെ സെയിം ആണ്. ഈ ഇവിടെ 3ഉം ഇവിടെ 2ഉം ആക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡയഗ്രാം അറിഞ്ഞിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എക്സ്പ്ലെയിൻ വൈ അനിലിൻ ഈസ് ലെസ് ബേസിക് ദെൻ അമോണിയ. അനിലിൻ എന്ന് പറയുന്ന ആള്, അനിലിൻ നേരത്തെ നമ്മൾ പറഞ്ഞത് അനിലിൻ ഒരിക്കലും ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല. അതിൻ്റെ കാരണമായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത്. അനിലിന് സോൾട്ട് ഫോം ചെയ്യുന്നു ഫ്രീഡൽ ക്രാഫ്റ്റുമായിട്ട്. ഇവിടെ പറയുന്നത് അനിലിൻ ലെസ് ബേസിക് ആണ്. അമോണിയനെ വെച്ച് നോക്കുമ്പോൾ അനിലിൻ എന്ന് പറയുന്ന ആൾ ബെൻസീൻ്റെ മുകളിൽ NH2 ആണ്. ഇതാണ് അനിലിൻ. ഇത് ലെസ് ബേസിക് ആണ് അമോണിയനെ വെച്ച് നോക്കുമ്പോൾ. NH3 വെച്ച് നോക്കുമ്പോൾ ബേസിക് ക്യാരക്ടർ ബെൻസീൻ്റെ മുകളിൽ NH2 വന്നു കഴിഞ്ഞാൽ കുറവാണ്. കാരണം ഇത്രയേ ഉള്ളൂ. അനിലിൻ്റെ ഉള്ളിൽ നൈട്രജൻ അല്ല ഉള്ളത്. ഈ നൈട്രജന് ലോൺ പെയേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് കിടക്കുന്ന ഇലക്ട്രോൺസ് ഉണ്ട്. അവരിങ്ങനെ കോൺജുഗേറ്റ് ആയിട്ട് ഇങ്ങനെ മാറി സ്ഥലം മാറിക്കൊണ്ടേയിരിക്കും. ഇതാണ് സംഭവം. അപ്പോൾ അനിലിൻ എന്ന് പറഞ്ഞാൽ അനിലിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ലോൺ പെയർ ഉണ്ട്. മെയിൻ പോയിന്റ് അതാണ്. അമോണിയനെ വെച്ച് നോക്കുമ്പോൾ അനിലിന് കുറവാണ്, ബേസിക് ക്യാരക്ടർ കുറവാവാൻ കാരണം അനിലിന് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ദാറ്റ് ഈസ് ഇൻ കോൺജുഗേഷൻ വിത്ത് ബെൻസീൻ റിംഗ്. അത് ബെൻസീൻ റിംഗിൽ ഇങ്ങനെ മാറി കളിക്കും. അതാണ് കോൺജുഗേഷൻ. സോ ഇറ്റ് ഈസ് ലെസ് അവൈലബിൾ ഫോർ പ്രോട്ടനേഷൻ. സോ ഇറ്റ് ഈസ് ലെസ് ബേസിക്. അപ്പോൾ ഇത്രേ എഴുതുന്നുള്ളൂ. ലോൺ പെയർ ഉണ്ട്, ദാറ്റ് ഈസ് ഇൻ കോൺജുഗേഷൻ വിത്ത് ബെൻസീൻ, മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അനിലിൻ ലെസ് ബേസിക് ആണ്. പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്? എക്സാമ്പിൾസ് ഒന്നും ചോദിച്ചിട്ടില്ല. എന്താണ് എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ ഇത്രയാണ്. അമിനോ ആസിഡ് ആദ്യം നമ്മൾ എസെൻഷ്യലും നോൺ എസെൻഷ്യലും.
ആ വാക്കിലുണ്ട് എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമാണ്, നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമല്ല. അപ്പോൾ ആദ്യം നമുക്ക് നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് വേണ്ട, ഇനി വേണ്ട. സോ ദ അമിനോ ആസിഡ് വിച്ച് ക്യാൻ ബി സിന്തസൈസ്ഡ് ഇൻ ദ ബോഡി, നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യാൻ പറ്റും, നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നുണ്ട്, അതാണ് നോൺ എസെൻഷ്യൽ. നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ നമുക്കിനി വേണ്ട. സോ അതാണ് ദ അമിനോ ആസിഡ് വിച്ച് ക്യാൻ ബി സിന്തസൈസ്ഡ് ഇൻ ദ ബോഡി, നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യാൻ പറ്റുന്നതാണ് നോൺ എസെൻഷ്യൽ. എക്സാമ്പിളാണ് ഇവർ, ചോദിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് മാത്രം. അപ്പോൾ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലില്ല, നമുക്കിനി വേണം. ദ അമിനോ ആസിഡ് വിച്ച് കനോട്ട് ബി സിന്തസൈസ്ഡ് ഇൻ ദ ബോഡി, നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നില്ല. വിച്ച് മസ്റ്റ് ബി ഒബ്റ്റെയിൻഡ് ത്രൂ ഡയറ്റ്, നമ്മൾ ഭക്ഷണത്തിലൂടെ കഴിച്ച് നമുക്കത് വേണം, അതാണ് എസെൻഷ്യലാണ്. നമ്മുടെ ബോഡിക്ക് ഇനി വേണം, പുറത്തുനിന്ന് കഴിക്കണം, അതാണ് എസെൻഷ്യൽ അമിനോ ആസിഡ് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. CH3 CH2 Br മെഗ്നീഷ്യം ഡ്രൈ ഈതർ എന്നൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിക്കാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ സിമ്പിളായിട്ട് ഇത്ര മാത്രമേ എഴുതുന്നുള്ളൂ. ഇവിടെ എന്താണ്, ഇവിടുത്തെ പ്രൊഡക്റ്റ് എന്താണ്, അതിൻ്റെ ആൻസർ ഏതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ CH3 CH2 Br Mg, മെഗ്നീഷ്യം വന്നാൽ അത് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, എല്ലാം കൂടി മിക്സാക്കി എഴുതാം. CH3 CH2 Mg Br, ഇതാണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്, ഇതാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. ഇനി ഇവിടെ എന്താ വന്നിട്ടുള്ളത്, Br ഉണ്ട്, സോഡിയം വന്നിട്ടുണ്ട്, വേറൊരു സംഭവമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ, സോഡിയം വന്നു കഴിഞ്ഞാൽ ഇത് വുഡ്സിൽ വരുന്ന റിയാക്ഷനാണ്. വുഡ്സ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയും Br ഉണ്ട്, ബെൻസീൻ്റെ മുകളിലും Br ഉണ്ട്. അതായത് വുഡ്സും ഫിറ്റിക്കും, വുഡ്സ് ഫിറ്റിക് റിയാക്ഷനാണ് ഇത്, രണ്ടും കൂടി ക്ലബ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയോ, ബെൻസീൻ ഉണ്ട് നമുക്കിതിൻ്റെ മുകളിൽ, ഈ ബെൻസീൻ്റെ മുകളിൽ ആര് വന്ന് കയറും, ഈ CH3 CH2 കയറി വരും. കണ്ടോ, ബെൻസീൻ്റെ മുകളിൽ CH3 CH2 കയറും, ബാക്കി 2 എണ്ണയും 2 Brഉം പുറത്തേക്ക് പോകും. അപ്പോൾ ഇവിടെ ബെൻസീനിൻ്റെ മുകളിലും Br ഉണ്ട്, സാധാ ഒരു ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ ഒപ്പം Br ഉണ്ട്. സോ ഇത് വുഡ്സും ഫിറ്റിക്കും ക്ലബ് ചെയ്ത് വുഡ്സ് ഫിറ്റിക്കാണ്. ഇതാണ് സംഭവം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ സ്റ്റോറി പോലെ പറയുന്ന വീഡിയോ താഴെ കമൻറ്റ് ബോക്സിലുണ്ട്, കാണാത്തവർ കാണാം കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ആസിഡ്സ്. ഇതെല്ലാം ആസിഡ്സ് ആണ്. COOH എന്ന് പറഞ്ഞാൽ കാർബോക്സിലിക് ആസിഡാണ്. അപ്പോൾ ഇതൊക്കെ ആസിഡാണ്. COOH എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അറിഞ്ഞിരിക്കണം അതൊരു ആസിഡാണ്. അറേഞ്ച് ദ ഫോളോയിങ് ആസിഡ്സ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദർ ആസിഡിക് ക്യാരക്ടർ. ഇതിൽ ആർക്കാണ് കൂടുതൽ എന്നുള്ളത് ഓർഡർ പ്രകാരം എഴുതാനാണ്. അപ്പോൾ ഏറ്റവും കുറവുണ്ടാവുക ഈ ആൾക്കാണ്, CH3. ഓക്കെ, CH3 COOH-നാണ് കുറവുണ്ട്. അതൊരു ആൽക്കൈൽ ഗ്രൂപ്പാണ് CH3, ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് എന്നൊക്കെ പറയും. RCOOH ആണ്, ഇതിനാണ് കുറവ്, ആറിൻ്റെ അവിടെ CH3. പിന്നെ അത് കഴിഞ്ഞിട്ട് ബെൻസീനാണ്, കുറച്ചും കൂടി കൂടുതൽ ബെൻസീൻ്റെ മുകളിൽ COOH വരുന്നതിനാണ്. അതിനേക്കാൾ കൂടുതലാണ് വെറും HCOOH കേട്ടോ. അപ്പോൾ ഒരാളുണ്ട് CH3 എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ കുറവാണ്. ഞാനില്ല, ബെൻസീനാണെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൂടുതൽ വരും. ബെൻസീനും ഇല്ലാത്ത ആൾക്കാണ് കൂടുതൽ അസിഡിക് ക്യാരക്ടർ ഉണ്ടായിരിക്കുക, ഈ ഓർഡർ കേട്ടോ. അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അറേഞ്ച് ദ ഫോളോയിങ് ഈത്തൈൽ അമീൻസ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ ബേസിക് ക്യാരക്ടർ. ഇത് അമീൻസ് ആണ്. നേരത്തെ നമ്മൾ കണ്ടത് ആസിഡ്സ് ആണ്. ഇവിടെ പറയുന്നത് അമീൻസിന് ബേസിക് ക്യാരക്ടറിൻ്റെ അതായത് ബേസിക് ക്യാരക്ടർ നോക്കിയിട്ട് എഴുതാം. നമ്മൾ നേരത്തെ പറഞ്ഞു അനിലിൻ എന്ന് പറയുന്ന ആൾക്ക് ബേസിസിറ്റി കുറവാണ്. അനിലിനെ അമീൻസ് വെച്ച് അമ്മോണിയ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അതേപോലെ ഇവിടെ കുറച്ച് ആൾ തന്നിട്ട് ഇതിൻ്റെ ബേസിക് ക്യാരക്ടർ ഏതാനാണ് ഇൻ അക്വസ് മീഡിയം. ഇത് നോക്കണം, അക്വസ് മീഡിയം ആണോ ഗ്യാസ് ആണോ. അക്വസ് ആണെങ്കിൽ വേറൊരു ഓർഡറാണ്, ഗ്യാസ് ആണെങ്കിൽ വേറൊരു ഓർഡറാണ്. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളത് കുറച്ച് അമീൻസുകളാണ്, അവരുടെ ബേസിക് ക്യാരക്ടർ വെച്ച് ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുക ഇൻ അക്വസ് മീഡിയം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അക്വസ് മീഡിയം ആണെങ്കിൽ ഞാൻ ആ ഓർഡർ തരാം, ഇതിൻ്റെ മാത്രമല്ല അല്ലാണ്ട് തന്നെയുള്ള ഓർഡർ തരാം. അക്വസ് മീഡിയം ആണെങ്കിൽ ഉള്ള ഓർഡർ ഇങ്ങനെയാണ്. ആദ്യം ബെൻസീൻ വെച്ചിട്ടുള്ള ആൾക്കാണ് കുറവ്. ഓക്കെ, ബെൻസീൻ C6H5 എന്ന് പറഞ്ഞാൽ ബെൻസീൻ്റെ മുകളിൽ NH2, അതിനാണ് ഏറ്റവും കുറവ്. അനിലിൻ ഇതിനാണ് ഏറ്റവും കുറവ്. ഇത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി കൂടുതൽ ടെർഷറിക്കാണ്. CH3 തന്നെ 3 എണ്ണം വരുന്നതിനാണ് കുറച്ചും കൂടി കൂടുതൽ. അതിനേക്കാൾ കൂടുതലാണ് ഒരെണ്ണം വരുന്നത് CH3NH2.
അതിനേക്കാൾ കൂടുതൽ ബേസിക് ക്യാരക്ടർ ഉള്ളത് ഇതാ സെക്കൻഡറിക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ ഇങ്ങനെയാണ്. അക്വസ് മീഡിയം ആണെങ്കിൽ ബേസിസിറ്റിയുടെ ഓർഡർ, ബേസിക് ക്യാരക്ടറിൻ്റെ ഓർഡർ. അക്വസ് ആണെങ്കിൽ ബേസിക് ക്യാരക്ടറിൻ്റെ ഓർഡർ. അനിലിന് ആദ്യം ഏറ്റവും കുറവ് അനിലിനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ടെർഷറിക്കാണ് ഏറ്റവും കുറവ്, പിന്നെ പ്രൈമറി, കൂടുതൽ സെക്കൻഡറിക്കാണ് കേട്ടോ. ഈ ഒരു ഓർഡർ അറിയിക്കുക അക്വസ് ആണെങ്കിൽ. ഇനി ഗ്യാസ് ആണെങ്കിൽ ഒരു ഓർഡർ ഉണ്ട്, അത് ഞാൻ ഇവിടെ പറയാം. ഗ്യാസ്, ഇൻ ഗ്യാസ് ഫേസ്, ഗ്യാസിനെങ്ങാനും നിങ്ങളോട് എവിടെയെങ്കിലും പറഞ്ഞു എന്നുണ്ടെങ്കിൽ സംഭവം ആദ്യം C6H5 NH2 എന്ന് പറഞ്ഞാൽ അനിലിൻ, ബെൻസീൻ്റെ മുകളിൽ, അതിനാണ് ഏറ്റവും കുറവ്. പിന്നെ പ്രൈമറി CH3, പ്രൈമറിക്കാണ് CH3. അത് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡറിക്കാണ്. ഞാൻ ഓർഡർ ജസ്റ്റ് ഇങ്ങനെ പറയാം, ചിലപ്പോൾ ഗ്യാസ് ചോദിച്ചാലോ. അത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡറി, അത് കഴിഞ്ഞിട്ടാണ് ടെർഷറി. ഇത് ഗ്യാസ് ആണെങ്കിൽ ഇങ്ങനെയാണ്. ഇപ്പം ഗ്യാസ് ആണെങ്കിൽ ഏറ്റവും കുറവ് പ്രൈമറി, കുറച്ചുകൂടി കൂടുതൽ സെക്കൻഡറി, ഏറ്റവും കൂടുതൽ വരെ ടെർഷറി. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആണ് ഗ്യാസ് ആണെങ്കിൽ. ഏറ്റവും കുറവ് അനിലിനാണ്, ഓൾറെഡി ബെൻസീൻ വെച്ചിട്ടുള്ള ആൾ. അപ്പോൾ ഏറ്റവും കുറവ് ഗ്യാസ് ആണെങ്കിൽ പ്രൈമറി ഒരു CH3, പിന്നെ കുറച്ചുകൂടി കൂടുതൽ സെക്കൻഡറി, അതിനേക്കാൾ കൂടുതൽ ടെർഷറി. ഓക്കെ, അപ്പോൾ അക്വസ് മീഡിയം ആണെങ്കിലാണിത്. അക്വസ് ആണെങ്കിൽ അനിലിന് ഓൾറെഡി കുറവാണ്. ടെർഷറി, പ്രൈമറി, സെക്കൻഡറി, ഈ ഒരു ഓർഡർ മറക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നോക്കി നോക്കിയേ, അക്വസ് ആണ്. അക്വസ് ആകുമ്പോൾ ഏറ്റവും കുറവ് ടെർഷറിക്കാണ്. അപ്പോൾ ഇതിനാണ് ഏറ്റവും കുറവ്, ഇതാണ് ഫസ്റ്റ് എഴുതേണ്ടത്, ഇതിനാണ് ഏറ്റവും കുറവ്. പിന്നെ പ്രൈമറി, ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഇത് എഴുതുക, അത് കഴിഞ്ഞിട്ട് ഇത് എഴുതുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഇതാണ്, ഏറ്റവും കുറവ് നടുവിൽ ഇത് കേട്ടോ. അപ്പോൾ കുറവ് ടെർഷറി, ഓക്കെ, കുറവ് ടെർഷറി, പിന്നെ നിങ്ങൾ പ്രൈമറി, പിന്നെ സെക്കൻഡറിക്കാണ് കൂടുതൽ അക്വസ് ആണെങ്കിൽ. ഓക്കെ, മറക്കരുത്, അക്വസ് ആണെങ്കിൽ സെക്കൻഡറിക്കാണ് കൂടുതൽ, ടെർഷറിക്ക് ഏറ്റവും കുറവ്, നടുവിൽ പ്രൈമറി ആണ് കേട്ടോ. യെസ്, ഇനി വേറൊരു ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അറേഞ്ച് ദ ഫോളോയിങ് ആൽക്കഹോൾസ് ഇൻ ദെയർ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അസിഡിക് സ്ട്രെങ്ത് എന്നാണ്. അതായത് ആൽക്കഹോൾസ് ആണ് തന്നിട്ടുള്ളത്, അതിന് അസിഡിക് ഓർഡറിൽ. ഇപ്പം നമ്മൾ നേരത്തെ എഴുതിയത് COOHനെ അസിഡിക് ഓർഡറിൽ എഴുതി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവർ കുറവ്, ബെൻസീൻ, പിന്നെ ഇത്. പിന്നെ നമ്മളിപ്പോൾ അമീൻസുകൾ എഴുതി, NH2 അമീൻസുകളെ ബേസിക് ഓർഡറിൽ എഴുതി. ഇതിപ്പോൾ അസിഡിക് ഓർഡറിൽ ആൽക്കഹോൾസുകൾ എഴുതാനാണ്. ആൽക്കഹോൾസുകളിൽ ഏറ്റവും കുറവുണ്ടാവുക ബ്രാഞ്ചിങ് വരുന്നവർക്ക് ഇതിനാണ്. കണ്ട ബ്രാഞ്ചിങ്, അപ്പോൾ ഇതിനാണ് ഏറ്റവും കുറവ്. പിന്നെ വരെ കുറച്ചുകൂടി ബ്രാഞ്ചിങ് കുറഞ്ഞ ആൾ, ഇയാൾ കണ്ടോ, CH3, CH2, CHOH, CH3. ഏറ്റവും കൂടുതൽ ഇതിലാണ് നേരെ വരുന്ന, ബ്രാഞ്ചിങ് ഒന്നും ഇല്ലാതെ നേരെ വരുന്ന ആൾക്കാണ് കൂടുതൽ അസിഡിക് ക്യാരക്ടർ. ഇത് എഴുതുക കേട്ടോ. അപ്പോൾ കുറേ ബ്രാഞ്ചിങ് ഉള്ള ആൾക്ക് കുറവാണ്, അസിഡിക് ക്യാരക്ടർ ഇവിടെ കുറയും. പിന്നെ അതിനേക്കാൾ കുറച്ചും കൂടി കുഴപ്പമില്ലാത്ത ബ്രാഞ്ചിങ് ഉള്ള ആൾ വരും. ബ്രാഞ്ചിങ്ങേ ഇല്ലാണ്ട് നേരെ വരുന്ന ആളാണ് ഏറ്റവും ഹയസ്റ്റ് അസിഡിക് ക്യാരക്ടർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതുപോലെ നമ്മൾ ചോദിക്കും, ആൽക്കഹോൾസിന് ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. ആൽക്കഹോൾസും ഫീനോൾസിനും ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ് വേറെ എന്ത് വെച്ച് നോക്കുമ്പോഴും. കാരണം ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഒറ്റ പോയിന്റ് ചെയ്തുകൊണ്ടുള്ളൂ, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. അടുത്ത ചോദ്യം, സ്റ്റേറ്റ് റോൾസ് ലോ. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. റോൾസ് ലോ എന്താണെന്ന് എഴുതാം. റോൾസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ്, നമ്മൾ കയ്യിൽ കുറച്ച് ലിക്വിഡ്സുകൾ മിക്സ് ചെയ്തു, സൊല്യൂഷൻ ആക്കി. ആ ലിക്വിഡ്സുകളുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്, പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണന്റ് ഇൻ ദ സൊല്യൂഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. പഠിച്ചു വയ്ക്കുക റോൾസ് ലോ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ പാഠത്തിലാണ്. സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ പാഠത്തിലെ ഹെൻഡ്രീസ് ലോ, റോൾസ് ലോ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. വാട്ട് ഈസ് മെൻ ബൈ പോസിറ്റീവ് ഡീവിയേഷൻ ഓഫ് സൊല്യൂഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ? പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഗ്രേറ്റർ ആണ്. എവിടെയെങ്കിലും നിങ്ങളോട് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്, വേപ്പർ പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പെക്റ്റഡ്. അതേപോലെ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സൊല്യൂട്ട് ആൻഡ് സോൾവെൻ്റ് ആർ വീക്കർ. സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ വീക്കാണ്. എന്തിനേക്കാളും? സൊല്യൂട്ട് സോൾവെൻറ്റിനേക്കാളും. എക്സാമ്പിൾ അസറ്റോണും എത്തനോൺ. ഇതുപോലെ പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു വയ്ക്കുക കേട്ടോ. പിന്നെ ഒരു ചോദ്യം, വാട്ട് ആർ അസിയോട്രോപ്പ്? അത് ചോദിക്കാറുണ്ട്. അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ ബൈനറി മിക്സ്ചർ
ഹാവിങ് സെയിം കോമ്പോസിഷൻ ഇൻ ലിക്വിഡ് ആൻഡ് വേപ്പർ ഫേസ്. ലിക്വിഡ് ആയാലും വേപ്പർ ആയാലും സെയിം കോമ്പോസിഷൻ ആൻഡ് ബോയിൽ അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഒരേ ടെമ്പറേച്ചറിൽ ഇവർ ബോയിൽ ചെയ്യും. ഇതാണ് അസിയോട്രോപ്പ്. പഠിച്ചു വയ്ക്കുക. അസിയോട്രോപ്പ് രണ്ടെണ്ണം ഉണ്ട്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പും മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പും. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോ ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ. മാക്സിമം ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണ്. നേരെ ഓപ്പോസിറ്റ്. അപ്പം മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോ ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ. ഇനി ഇത് ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ. അപ്പം മിനിമം ബോയിലിംഗും ഉണ്ട് മാക്സിമം ബോയിലിംഗും ഉണ്ട്. മിനിമം ബോയിലിങ്ങിൻ്റെ എക്സാമ്പിൾ പഠിച്ചോ, എത്തനോൾ പ്ലസ് വാട്ടർ. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പിൻ്റെ എക്സാമ്പിൾ നൈട്രിക് ആസിഡ് പ്ലസ് വാട്ടർ. ഇതിനിടയിൽ ഒരു ചോദ്യം നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ എക്സ്പ്ലെയിൻ ദ എസെൻഷ്യലി നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് പറഞ്ഞപ്പോൾ എക്സ്പ്ലെയിൻ ആംഫോട്ടറിക് ബിഹേവിയർ ഓഫ് അമിനോ ആസിഡ്. അമിനോ ആസിഡ് ആംഫോട്ടറിക് ആണ്. അതിന് കാരണം ഇതാണ്. അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ആസിഡും ആണ് ബേസും ആണ്. അമിനോ ആസിഡിൻ്റെ ഉള്ളിൽ ഇറ്റ് കണ്ടെയ്ൻ ബോത്ത് അസിഡിക് ആൻഡ് ബേസിക്. അതായത് ഒരു കാർബോക്സിൽ ഗ്രൂപ്പും ഒരു അമിനോ ഗ്രൂപ്പും ഉണ്ടാവും. കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അസിഡിക് ആയിട്ടുള്ള ഒരാളും അമിനോ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ആളും ഉണ്ടാവും. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ദേ ഫോം ഇൻറ്റേർണൽ സോൾട്ട് നോൺ ആസ് ജ്വിറ്റർ അയോൺ. അപ്പോൾ അമിനോ ആസിഡിൻ്റെ ഉള്ളിൽ ഇറ്റ് കണ്ടെയ്ൻ അസിഡിക് ആൻഡ് ബേസിക്. രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്, അസിഡിക് ആൻഡ് ബേസിക് ഇൻ അക്വ സൊല്യൂഷൻ. അപ്പോൾ അമിനോ ആസിഡിൽ ആസിഡും ഉണ്ട് ബേസും ഉണ്ട്. രണ്ടും ചേർന്നിട്ട് ഇൻറ്റേർണൽ സോൾട്ട് ഫോം ചെയ്യും, ദറ്റ് ഈസ് ജ്വിറ്റർ അയോൺ. അപ്പോൾ എന്താണ് ജ്വിറ്റർ അയോൺ എന്ന് ചോദിക്കാറുണ്ട്. ദീസ് അയോൺസ് ആർ ന്യൂട്രൽ. ശരിക്കും ജ്വിറ്റർ അയോൺ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആണ്. പക്ഷെ അവരുടെ ഉള്ളിൽ കണ്ടെയ്ൻ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. ഹെൻസ് അതുകൊണ്ടാണ് ദർ ആംഫോട്ടറിക് എന്ന് പറയാൻ കാരണം. അപ്പോൾ അമിനോ ആസിഡ്സ് ആർ ആംഫോട്ടറിക്. ആംഫോട്ടറിക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അമിനോ ആസിഡ്സ് ആംഫോട്ടറിക് ആവാൻ കാരണം അവരിൽ എന്തുണ്ട്, ആസിഡും ഉണ്ട് ബേസും ഉണ്ട്. രണ്ടും കൂടി ചേർന്നിട്ട് ദേ ഫോം ജ്വിറ്റർ അയോൺ. ജ്വിറ്റർ അയോൺ ചാർജ് ലെസ് ആണ്, ന്യൂട്രൽ ആണ്, ബട്ട് കണ്ടെയ്ൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ജ്വിറ്റർ അയോൺ എന്താണെന്ന് ചോദിച്ചാൽ എഴുതി വെച്ചോളൂ. ഇറ്റ് കണ്ടെയ്ൻ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. ദേ ഷോ ആംഫോട്ടറിക് ബിഹേവിയർ ആണ്. ആസിഡും ബേസും ചേർന്നാലാണ് ജ്വിറ്റർ അയോൺ ഉണ്ടാവുക എന്നും കൂടി അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ സെക്ഷൻസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഒരു സെക്ഷൻ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനും കൂടി കാണിച്ചു തരാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ എന്താണ് ഈ ചെയ്തതെന്നൊക്കെ തോന്നും. ഇതാണ് ക്വസ്റ്റ്യൻ, കണ്ടോ. കൺസിഡർ ഒരു സ്യൂഡോ ഓർഡർ റിയാക്ഷൻ തന്നിട്ട് ഓർഡർ ചെയ്ത മോളിക്കുലാരിറ്റി എഴുതുക, റേറ്റിലോ എഴുതുക. അപ്പോൾ ഇതാണ് തന്നിട്ടുള്ളത്. CH3 COO C2H5. ഇതിലേക്ക് അവർ H2O ഒക്കെ ഇട്ടു, H+ ഒക്കെ ഇട്ടു, CH3 COOH കിട്ടി, C2H5OH കിട്ടി. ആദ്യത്തെ ചോദ്യം ഇതിൻ്റെ ഓർഡർ എന്താ, മോളിക്കുലാരിറ്റി എന്താ, 2 മാർക്ക് കിട്ടും. റേറ്റിലോ എഴുതാം. അപ്പോൾ ആദ്യം റേറ്റ് എക്സ്പ്രഷൻ നമുക്ക് എഴുതാം. റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് അല്ലേ, ഇത് എഴുതാം. CH3 ഈ ഭാഗമാണ് റേറ്റിൽ എഴുതുക. CH3 COO C2H5. വാട്ടർ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് റേറ്റ്. ഇതിന് ഓർഡറും കിട്ടും മോളിക്കുലാരിറ്റിയും കിട്ടും. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ശ്രദ്ധിക്കുക. ഇത് ദൂരണ്ടല്ലോ ഉള്ളൂ, ഇവിടെ മുകളിലൊരു 1. സോ ഓർഡർ 1 ആണ്. മോളിക്കുലാരിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? എത്ര ആൾക്കാർ റിയാക്ട് ചെയ്തു? 2 ആൾക്കാർ. കണ്ടോ, 2 പേര് റിയാക്ട് ചെയ്തു. സോ മോളിക്കുലാരിറ്റി 2 ആണ്. ഇനി അതിനൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വാട്ട് ഹാപ്പൻസ് ടു ദ റേറ്റ് ഓഫ് എബോ റിയാക്ഷൻ വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് CH3 COO C2H5 ഡബിൾ. ഇത് ഡബിൾ ആക്കി എന്താ ഉണ്ടാവുക? റേറ്റ് റേറ്റും ഡബിൾ ആവും. ഇത് ഡബിൾ ആയാൽ റേറ്റും ഡബിൾ ആവും. സോ വാട്ട് ഹാപ്പൻസ് ടു റേറ്റ് ഓൾസോ ഡബിൾഡ്. അപ്പോൾ ഇത്രേ എഴുതണ്ടുള്ളൂ. ആദ്യം ഓർഡർ മോളിക്കുലാരിറ്റി എഴുതുക, റേറ്റിലോ എഴുതുക. ഇനി എന്ത് സംഭവിക്കും? റേറ്റ് വിൽ ബി ഡബിൾ. ഇത് ഡബിൾ ആയാൽ റേറ്റും ഡബിൾ ആവും. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പറഞ്ഞത്, ഈസി ആയിട്ടുള്ളത്. ഒപ്പം പഠിക്കാൻ നോക്കുക. ഇത്തരം ചോദ്യങ്ങളൊക്കെ വരാം. നമുക്കിനി ന്യൂമറിക്കൽസിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.